അമ്മ അച്ഛ, നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം. നീ ഇത്ര വലിയ വിശ്വാസവഞ്ചന കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ ദ്രോഹം കേവലം എന്റെ കുടുംബത്തിനോട് മാത്രമല്ല നീ ചെയ്തത്, ഈ ഗ്രാമത്തിനോടും കൂടിയാ. ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. അമ്മയുടെ കാര്യത്തിൽ കാണിക്കുന്ന തെറ്റും അതുപോലെ ജാതകത്തിന്റെ കാര്യത്തിൽ കാണിക്കുന്നതും ഞങ്ങൾ ക്ഷമിക്കില്ല. ഇത്രയും കാലം നിന്നെ സപ്പോർട്ട് ചെയ്തവരാ ഞങ്ങള്. ഞങ്ങൾക്ക് പോലും സംശയം വരാതെ ഇത് മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു ചെറിയ കാര്യമല്ല. ഇത് വലിയ ചതിയാണ് മോളെ. നിഹാരിയേക്ക് ചെറിയ ശിക്ഷ കൊടുത്താ പോരാ, നിങ്ങളൊന്ന് മൂളിയാ മതി. മരത്തിൽ കെട്ടിയിട്ട് ഇവിടുത്തെ ആചാരപ്രകാരം ചാട്ട കൊണ്ടടിച്ച് ശിക്ഷിച്ചോളാം. നിഹാരികയുടെ സ്വഭാവം നല്ലതല്ല എന്ന് ഞങ്ങൾ തുടക്കം തൊട്ടേ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നതാ. നിങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ടില്ല. പുറത്തുള്ളവരായിരുന്നു നിങ്ങൾക്കൊക്കെ വലുത്. സ്വന്തക്കാരെ നിങ്ങളൊക്കെ അകറ്റി നിർത്തി. ഇനി നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് തീരുമാനം എടുക്കും? ഞങ്ങൾ എത്ര വിശ്വസിച്ചത് നിന്നെ. നിന്ന നിൽപ്പില് നീ അതെല്ലാം നശിപ്പിച്ചില്ലേ? ദുഷ്ട സ്ത്രീയ നീ. നിന്നെ ഞാൻ ഞങ്ങളുടെ നാട്ടുകാര് നിന്നെ കൊല്ലുന്നതിന് മുൻപ് ഞങ്ങളുടെ കൺമുമ്പിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാൻ നോക്ക്. പോ. അറിയാതെ എന്തൊക്കെയോ സംഭവിച്ചു പോയി. എന്നോട് ക്ഷമിച്ച് എന്നെ വെറുതെ വിടണോ അമ്മ? നിന്നോട് ക്ഷമിക്കാൻ കഴിയില്ല, ഇവിടുന്ന് പൊയ്ക്കോ. നിഹാരിക, ഇനി നീ എങ്ങനെയൊക്കെ പെർഫോം ചെയ്താലും വർക്കൗട്ട് ആവില്ല. പോടി. ഇനി ഒരിക്കലും ഞങ്ങളുടെ കൺമുമ്പിൽ കണ്ടുപോകരുത്. ഇനി ഒരിക്കലും ഞങ്ങളുടെ കൺമുമ്പിൽ കണ്ടുപോകരുത്. നിഹാരിക, ഞാൻ ദുബായിൽ നിന്ന് വിമാനം കയറി വന്നത് നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയാ. അവിടെയും ഇവിടെയും തട്ടി ആ അവസരം വീണ്ടും എന്റെ കയ്യിലേക്ക് തന്നെ വന്നു. ഇനി നിനക്ക് ഈ കുടുംബത്തിൽ കാല് വെക്കാൻ പറ്റില്ലെന്ന് കൺഫേം. അതുകൊണ്ട് എന്നെ കല്യാണം കഴിച്ചോ, ദുബായിലേക്ക് പോകാം. മരിക്കാൻ തയ്യാറായ പോലും നിന്നെ ഒരിക്കലും ഞാൻ കല്യാണം കഴിക്കില്ല. എല്ലാവരും ഉള്ളപ്പോ നിന്റെ കഴുത്തിൽ ഞാൻ ഇവിടെ വെച്ച് താലി കെട്ടും. ഞാൻ നിഹാരികയെ കെട്ടുന്നതില് ഇവിടെ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? നിന്നേക്കാളും നല്ലൊരുത്തനെ ഈ ജന്മത്തിൽ ഒരിക്കലും അവൾക്ക് കിട്ടില്ല. വേദവതി അമ്മ വലിയ കോംപ്ലിമെന്റ് തന്നു. ഇനി ഒട്ടും വൈകിക്കാതെ താലി കെട്ടാൻ നോക്കാം. വേണ്ട, വേണ്ടെന്ന് നിർത്ത്. അയ്യോ വേണ്ട, പ്ലീസ് വേണ്ടെന്ന്. അയ്യോ അങ്ങനെ കെട്ടുകഴിഞ്ഞു. അമ്മയുടെ സമക്ഷത്തില് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഗ്രാൻഡ് ആയിട്ട് തന്നെ നടന്നു. ഇനി മുതൽ നീ എന്റെ സ്വന്തം, നിഹാരിക എന്റെയാ. നിഹാരിക എന്റെയാ, അവൾ ഇനി എന്റെയാ. ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോവാ. ഇനി ദുബായിലേക്ക് കൊണ്ടുപോകും. യാഹൂ യാ, നീ ജയിച്ചടാ വികാസ്, നീ ജയിച്ചു. ടയർ പഞ്ചറായി പോയെങ്കിലും എത്ര നല്ല സീനാ ഞാൻ കണ്ടത്. ഇനി അവിടെ നടക്കാൻ പോകുന്നതും അത് തന്നെയാ.
ഉടനെ സ്റ്റെപ്പിന് മാറ്റിയിട്ട് ഇവിടുന്ന് പുറപ്പെടണം. മമ്മിയും ഡാഡി ഇതുവരെ എത്തിയില്ലല്ലോ. നിഹാരിക, എന്താ അമ്മേ? അധികം വൈകാതെ തന്നെ നിശ്ചയത്തിന്റെ ചടങ്ങുകളൊക്കെ ആരംഭിക്കും. അച്ഛനും അമ്മയും ഇതുവരെ എത്തിയില്ലല്ലോ. അവരെയാ ഞാനും കാത്തിരിക്കുന്നത്. ഇത്രയും കാലം ഞങ്ങളുടെ മകളുടെ അവസ്ഥ എന്താകുമെന്ന് ചോദിച്ച് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കുമായിരുന്നല്ലോ. ഇപ്പൊ കൃഷ്ണയായിട്ടുള്ള എൻഗേജ്മെന്റ് വെച്ചപ്പോ എല്ലാവരെക്കാളും മുൻപെത്തേണ്ടവര് ഈ സമയമായിട്ടും വരാത്ത എന്താ മോളെ? അതെനിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല അച്ഛാ. ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ. നീ അച്ഛനും അമ്മയും വേഗം ഒന്ന് ഫോൺ ചെയ്ത് പെട്ടെന്ന് തന്നെ വരാൻ പറ. ശരി അമ്മ. വായിട്ട ഭാവേദ, നിഹാരികയെ വിളിക്കുന്നത്. ഞങ്ങൾ ഇതുവരെ എത്താത്തത് കൊണ്ട് ടെൻഷൻ ആവുന്നുണ്ടാവും പാവത്തിന്. ആ വികാസ് കാരണം നിഹാരിക ഇത്രയും കാലം എടുത്ത റിസ്ക് മുഴുവനും വെറുതെ ആയി പോവുമല്ലോ. സത്യം മുഴുവനും അറിഞ്ഞു കഴിഞ്ഞാൽ വേദവതിയും കുടുംബവും നിഹാരിക എന്ത് ചെയ്യുവാവോ? അതെ ചേച്ചി, ചേച്ചി എവിടെയാ? ചേച്ചി, ജോലിക്കാരി വന്നെന്ന് തോന്നുന്നു. ഗൗതമി, എന്താ നിങ്ങൾക്ക് പറ്റിയേ? എന്താ വിളിച്ചിട്ട് എടുക്കാത്ത? ചേച്ചി, ചേച്ചി, ചേച്ചിക്ക് ഫോൺ വരുന്നു. ചേച്ചി റൂമിലാന്ന് തോന്നുന്നു. ചേച്ചി, ചേച്ചിക്ക് ഫോൺ വരുന്നു. അയ്യോ ചേച്ചി, അയ്യോ ഇതൊക്കെ ആരാ ചേച്ചി ചെയ്തേ? ഈയിടെയായിട്ട് വീട്ടില് കള്ളന്മാര് കയറി കെട്ടിയിട്ടിട്ട് ഇങ്ങനെ ആഭരണങ്ങളൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട്. ഒന്ന് വേഗം അഴിക്കേ. എന്റെ ദൈവേ, കൃത്യസമയത്താ വന്നത്. താങ്ക് യു വെരി മച്ച് മങ്ക. ആ ശരിയെന്നാ, നീ ചെന്ന് ജോലി ചെയ്യേ. ഞാൻ പിന്നെ വിളിക്കാൻ നിന്നെ. ആദ്യം നീ നിഹാരികയെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറ. നിഹ, ഹലോ, ജീവനോടെ ഉണ്ടോ നിങ്ങള്? കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ തീരുമായിരുന്നു. കൃത്യസമയത്ത് ജോലിക്കാരി വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്താ ഉണ്ടായത്? നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എപ്പോഴാ കേട്ടതെന്നറിയില്ല. ആ വികാസ് നിന്റെ ജാതകത്തിന്റെ കാര്യമല്ല അറിഞ്ഞിട്ടുണ്ട്. വാട്ട്? അതെ ബേബി, അവന്റെ കയ്യിൽ അതിനുള്ള വീഡിയോയും ഉണ്ട് മോളെ. ജാതകം ചേരാത്തതുകൊണ്ടാവാൻ പറ്റില്ല. നിന്റെ ജാതകം അവർക്ക് ചേർന്നല്ലെങ്കിലും നീ അവിടുത്തെ മരുമകളാകാൻ പോകുക. വേദവതിയുടെ അതേപോലൊരു ജാതകം എന്റെ പേരിൽ റെഡിയാക്കിയിട്ട് ആ ഫേക്ക് ജാതകം വെച്ച് എനിക്ക് ആവശ്യമുള്ളതെല്ലാം എന്റെ കയ്യിലേക്ക് ഞാൻ എത്തിച്ചിരിക്കും. മൈ ഗോഡ്, ജഡാസുരന്റെ പ്രാണൻ അവന്റെ മുടിയിലാണെന്ന് പറയും പോലെ ഇപ്പൊ നിന്റെ ജീവിതം അവന്റെ ഫോണിലുള്ളത്. അതും പിടിച്ച് അവൻ ഇവിടെ നിന്ന് നിന്നെ കാണാൻ ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് അവൻ അവിടെ എവിടെയെങ്കിലും എത്തിക്കാണും. ഇപ്പൊ നോക്കിയാലും എന്റെ എൻഗേജ്മെന്റിന്റെ സമയത്തും എന്റെ കല്യാണത്തിന്റെ സമയത്തും തടസ്സങ്ങൾ വരും. ഇവിടെ ആവനിയുടെ ടോർച്ചർ സഹിക്കാൻ പറ്റില്ലെന്ന് ഞാൻ കരുതുമ്പോ ഇപ്പോ ഈ വികാസിന്റെ ടെൻഷൻ തുടങ്ങിയല്ലോ. അവൻ വലിയ ദേഷ്യത്തിലെ മോളെ ഇവിടുന്ന് ഇറങ്ങി പോകുന്നത്. അവൻ വിചാരിച്ച കാര്യം അവൻ ചെയ്തിരിക്കും. നിന്റെ നിശ്ചയം മുടക്കിയിട്ട് അവിടെ വെച്ച് നിന്നെ കല്യാണം കഴിച്ച് തിരിച്ചു വരാനും മടിക്കില്ല. എന്നെ വെറുതെ പേടിപ്പിക്കില്ലേ? അവനെ ഉണ്ടാക്കുന്ന പ്രശ്നം എനിക്ക് എങ്ങനെയെങ്കിലും നേരിടാൻ പറ്റും. വികാസിനെ നേരിടുന്നത് വലിയ പ്രശ്നമോ? അവനൊരു പ്രളയോ? ഏതെങ്കിലും വിധത്തിൽ ഈ നിശ്ചയം നടക്കുമെന്ന് ഞാൻ കരുതി. ഇങ്ങനെ ആയതെന്താ? നിഹ, ആദ്യം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങട്ടെ. നിങ്ങൾ വരുമ്പോഴേക്കും മുഹൂർത്തമൊക്കെ അതിന്റെ വഴിക്കങ്ങ് പോവും. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നിങ്ങൾ എന്റെ നിശ്ചയത്തെക്കുറിച്ച് കേൾക്കോ എന്റെ മരണത്തെക്കുറിച്ച് കേൾക്കോ എന്ന് എനിക്ക് പോലും അറിയില്ല. നിങ്ങൾ വന്നിട്ട് ഒന്നും ചെയ്യാനില്ല. ഞാൻ വേദവതി അമ്മയോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളാം. നിങ്ങൾ അവിടെ നിന്നാ മതി. ഏട്ടാ, നമുക്ക് പോണോ ഏട്ടാ?
ഫ്രസ്ട്രേഷനിൽ അവള് നമ്മളെ കൊല്ലാനും മടിക്കില്ല. വികാസ് എങ്ങാനും വന്ന എന്റെ എൻഗേജ്മെന്റിനും എന്റെ ലൈഫിനും എൻകാട് വീണിരിക്കും. അണ്ണാ കിട്ടൂലെന്ന് വിളിക്കണ. നമ്മൾ കുറെ നേരമല്ലേ ഇവിടെ വന്നിട്ട്. അവൻ വിളിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാ വെയിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രഷർ കൊടുത്തില്ലെങ്കിൽ അവൻ ഈ നിശ്ചയത്തിന്റെ മൂഡില് റിലാക്സ് ആയിട്ട് നിൽക്കും. അതെയാണ് ഇവൻ പറഞ്ഞത് കാര്യം തന്നെയാ. ഒന്ന് വിളിച്ച് അന്വേഷിക്കുന്നത് നല്ലതാ. ഹലോ കിട്ടുഭായി, നിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ? എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി അവിടുന്ന് വന്നോട്ടെ എന്ന് എന്നോട് ചോദിക്കുന്നു. നല്ല കോമഡി ആണല്ലോ ബോസ്. ഞങ്ങളുടെ ബോസ് ആന്റണി സാറ് ഡോക്യുമെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ കോളിന് വേണ്ടി കാത്തിരിക്കുന്നു. ഓ പെട്ടെന്ന് പറവായി. എന്നാ ശരി, ഇങ്ങ് പോരെ. കുറച്ച് സമയം കഴിഞ്ഞാ പ്രസാദത്തിന്റെ ചടങ്ങ് തുടങ്ങും. അത് കഴിഞ്ഞിട്ടായിരിക്കും നിശ്ചയം തുടങ്ങുന്നത്. പ്രസാദം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ വന്ന് എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോക്കണം. നിശ്ചയത്തിന് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ശരി ശരി ശരി, വരാൻ നോക്ക്. കോടികള്, 10 കോടി. എന്റെ ഈശ്വര, എനിക്ക് ചില്ലറ ഭാഗ്യമൊന്നുമല്ല. 10 കോടി ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിൽ കയറി സുഖമായിട്ട് ഉറങ്ങണം. അത്രയും മതി എന്റെ ജന്മം സഫലം. യാതൊരു പ്രശ്നവും ഉണ്ടാകാതെ എല്ലാം കൂളായിട്ട് നടക്കണം. ഈ വികാസിനെ കാണുമ്പോ ചേച്ചിക്കും അളിയനും പനി പിടിക്കുമായിരുന്നു. നിഹാരിക പേടിച്ച് വിയർത്ത് വിറക്കുമായിരുന്നു. അങ്ങനെയുള്ള എന്നെ വഞ്ചിക്കാൻ നോക്കുന്നോ? അങ്ങനെ ഒരു കോമഡി പീസായോ ഞാൻ? നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ദുബായിൽ നിന്നും വന്നത്. നിന്നെ തന്നെ കെട്ടി ദുബായിലേക്ക് പോകും. നീ എതിർത്താൽ എടുത്തോണ്ട് പോകും. പോലീസുകാരെന്തിനാ എന്റെ വണ്ടി തടഞ്ഞത്? എന്തു പറ്റി സാർ? നിന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതാ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നത്? കോൺസ്റ്റബിൾസ്, കാറും ചെക്ക് ചെയ്തേ. ഓക്കെ സാർ. എന്താ സാർ, ഞാൻ എന്തെങ്കിലും ഡ്രഗ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എന്റെ കാർ ചെക്ക് ചെയ്യുന്നത് എന്താ? നിന്റെ കാറിൽ ഡ്രഗ്സ് ഉണ്ടെന്ന് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി. അതുകൊണ്ടായി ചെക്കിങ്. എന്റെ കാറിൽ ഡ്രഗ്സോ? ഇമ്പോസിബിൾ സാർ. സാർ, എനിക്ക് അർജന്റായിട്ട് ഒരു ഫംഗ്ഷന് പോകാനുണ്ട്. എനിക്കിപ്പോൾ പോയേ പറ്റൂ. വണ്ടിയിൽ നിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ നിന്നെ വെറുതെ വിട്ടോളാം. സാർ, നിങ്ങൾക്ക് റോങ് ഇൻഫർമേഷനാണ് കിട്ടിയത്. സാർ ഇവിടെ ഒരു ഡ്രഗ് പാക്കറ്റ് ഉണ്ട് സാറേ. അതുകൊണ്ട് കൊണ്ടുവന്നേ. ഓക്കെ സാർ. ഇത് ഡ്രഗ് അല്ലാതെ എന്താ പിന്നെ? ചായയിലിടാനുള്ള പഞ്ചസാരയാ. സാർ, ഇതെന്റെ കാറിൽ എങ്ങനെ എത്തിയെന്ന് അറിയില്ല സാർ. എന്നെ വിശ്വസിക്കണം സാർ. ഇതൊക്കെ കോടതി പറഞ്ഞാൽ മതി. നടക്കാൻ കൊണ്ട്. സാർ, ഞാൻ നിങ്ങളുടെ ഓഫീസറിനോട് സംസാരിക്കാം. ഒരു മിനിറ്റ് സാർ. ഓ, ഇങ്ങനത്തെ കേസുകളില് റെക്കമെൻഡേഷൻ കൊണ്ടൊന്നും കാര്യമില്ല. വാടാ. സാർ, ഫോൺ എന്തിനാ പൊട്ടിച്ചത് സാർ? അതിലൊരു ഇമ്പോർട്ടന്റ് വീഡിയോ ഉണ്ട്. മിണ്ടാതെ നടക്കടാ. കോൺസ്റ്റബിൾസ്, ഇവനെ പിടിച്ച് വണ്ടി കയറ്റിയേ. സാർ പ്ലീസ് സാർ, ഞാൻ പറയുന്നത് കേക്ക് സാർ. സാർ പിടിച്ച് വണ്ടി കയറ്റിയവനെ. സാർ പ്ലീസ്. ഹലോ മാഡം. അവനെ കിട്ടിയോ? കിട്ടി മാഡം. അറസ്റ്റ് ചെയ്തു. അവന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ എറിഞ്ഞുടച്ചു. അവൻ ഇനി പുറത്തു വരാൻ പാടില്ല. ഡ്രഗ് കേസല്ലേ മാഡം, പുറത്തു വരില്ല. എത്ര കേസ് അവന്റെ തലയിൽ വെച്ചു കൊടുക്കാൻ പറ്റുമോ അത്രയും കേസ് വെച്ചു കൊടുത്തോ. ഓരോരോ കേസിനും ഓരോ എമൗണ്ട് ഞാൻ തരാം.
ആ ശരി മാഡം, എല്ലാം മാഡം പറയുന്ന പോലെ. ഈ ഹെൽപ്പ് ഞാൻ മറക്കില്ല. ഇതിന് നിങ്ങൾക്കുള്ള പ്രതിഫലം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. താങ്ക് യു മാഡം. ഇപ്പൊ എന്റെ ടെൻഷൻ കുറഞ്ഞു കിട്ടി. ഇനി അവനെ കൊണ്ടുപോയിക്കോ നിങ്ങള്. ഓക്കെ മാഡം. എടാ വികാസേ, നിന്റെ ദുബായ്ക്കാരന്റെ ബുദ്ധി വൈഭവം എന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ നോക്കല്ലേ. മടക്കി കളയും ഞാൻ. എന്താ നോക്കിയിരിക്കുന്നത്? അവനെ കേറ്റേ. നിക്ക് സാറേ. സാർ, മാഡം മാഡം എന്ന് പറയുന്ന കേട്ടു. ആരാ സാർ? ആരാ മാഡം? അത് നീ അറിയണോ? കേറങ്ങോട്ട്. എന്റെ നിഹാരിക മാഡം ഒന്നും അല്ലല്ലോ സാറേ. ഏയ്, അവനെ കേറ്റാൻ പറഞ്ഞില്ലേ? അപ്പോ ചേച്ചി അളിയനെ രക്ഷപ്പെട്ട് നിഹാരികക്ക് ഫോൺ ചെയ്തപ്പോ നിഹാരിക നിങ്ങളെ വിളിച്ചെന്ന് സാരം. കേറങ്ങോട്ട്. കേറങ്ങോട്ട്. ഇത്രയും നേരം നിന്റെ മുഖത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോ ഇത്ര റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുന്നത് എന്താ? ഇപ്പോഴും ഒരുപോലെ നിൽക്കാൻ പറ്റുമോ? സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കില്ലേ? സിറ്റുവേഷൻ ഫേവർ ആയതുപോലെ സംസാരിക്കുന്നത് എന്താ? ടൈം എപ്പോഴും നിനക്ക് തന്നെ ഫേവർ ആയിട്ട് നിൽക്കില്ലല്ലോ. ഞാനൊരിക്കലും ടൈം എനിക്ക് ഫേവർ ആയിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കില്ല. നന്മയ്ക്ക് ഫേവർ ആയിട്ട് നിൽക്കണമെന്നും തിന്മയ്ക്ക് ഫേവർ കൊടുക്കുന്നത് പോലെ ഉണ്ടാവണമെന്നും ആഗ്രഹിക്കുന്നവളാ ഞാൻ. നീ എത്രയൊക്കെ കൊട്ടേഷൻസ് പറഞ്ഞാലും പഞ്ചുകൾ ഇറക്കിയാലും ഈ ദിവസം ഉണ്ടല്ലോ, പ്രസാദം ഉണ്ടാക്കുന്ന ചടങ്ങ് കഴിഞ്ഞാലുടനെ ഞങ്ങളുടെ നിശ്ചയം എന്തായാലും നടക്കുമെന്ന് ഞാൻ ശക്തമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാ ഇത്ര റിലാക്സ് ആയിട്ട് നിൽക്കുന്നത്. എന്റെ ശ്രീകരേട്ടനെ കല്യാണം കഴിക്കണമെന്ന് കരുതി ശബദങ്ങൾക്ക് മേൽ നീ ശബദങ്ങൾ ചെയ്തു. അവസാനം എന്തായി? ദാ ഇപ്പോഴും അത് തന്നെ അങ്ങ് റിപ്പീറ്റ് ചെയ്താലോ? ഐ മീൻ, അന്ന് കല്യാണം മുടങ്ങിപ്പോയതുപോലെ ഇപ്പോ നിശ്ചയവും മുടങ്ങിപ്പോകാലോ എന്നാ ഞാൻ പറഞ്ഞത്. ഇത്തവണ വിജയം എന്റേത് മാത്രമായിരിക്കും അവനി. ഉടനെ തന്നെ ഞാൻ അവിടുത്തെ മരുമകളാവും. അതിനുശേഷം നിന്നെ നേരിടുന്ന എതിരാളിയായിട്ട് മാറും. ശ്രീകരനെ വേണ്ടെന്ന് വെച്ചാലും ആ വീട്ടിലെ അധികാരം വേണ്ടെന്ന് വെക്കാൻ ഉദ്ദേശമില്ല. നിന്റെ മേലുള്ള അധികാരവും കൈവിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോഴത്തെ എന്റെ പോരാട്ടങ്ങൾ മുഴുവനും അതിനു വേണ്ടിയാ. വൺസ് ഈ കൈകളിലേക്ക് പവേഴ്സ് വന്നു കഴിഞ്ഞ ഞാൻ എങ്ങനെ ചക്രം തിരിക്കുമെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. നിനക്ക് കളി ഞാൻ പഠിപ്പിച്ചു തരും. ഞാൻ വീട്ടിൽ തന്നെ കഴിഞ്ഞോന്ന് നിന്നോട് പറഞ്ഞാലും വേണ്ട ഭഗവാനെ എന്ന് പറഞ്ഞ് വീട് ഉപേക്ഷിച്ച് നീ രക്ഷപ്പെടും. അത്രയ്ക്കൊക്കെ ചിന്തിച്ചു വെച്ചിട്ടുണ്ടോ? അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. ആദ്യം നിന്റെ നിശ്ചയമൊന്നും നടക്കട്ടെ. നിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ അത് നടക്കുമല്ലോ. അത് കണ്ട് കരഞ്ഞോ? കേട്ടല്ലോ. എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഓർത്ത് നമുക്ക് തന്നെ ഇവിടെ എന്നിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോ നിഹാരിക അവിടെ എത്ര ടെൻഷൻ അനുഭവിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ വരാന്ന് പറഞ്ഞപ്പോ അവളല്ലേ വേണ്ടെന്ന് പറഞ്ഞത്. അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നീ അവളെ ഒന്ന് വിളിച്ച് ചോദിക്കേ. ഹലോ നിഹാരിക, അവിടുത്തെ അവസ്ഥ എന്താ? വികാസ് അവിടെ എത്തിയോ? എത്ര കൂളായിട്ട് നിങ്ങൾ ചോദിക്കുന്നേ. വികാസ് വരുന്നതും അവന്റെ കയ്യിലുള്ള വീഡിയോ പ്രൂഫ് കാണിച്ചു കൊടുക്കുന്നതും വേദവതി അമ്പലത്തിൽ നിന്ന് പുറത്തു തള്ളുന്നതും അവൻ എന്നെ താലി കെട്ടുന്നതും എല്ലാം കഴിഞ്ഞില്ലേ? എല്ലാം തീർന്നു ഗൗതമി. എല്ലാം അവസാനിച്ചു. നിങ്ങളുടെ അനിയൻ കാരണം എന്റെ ജീവിതം നശിച്ചില്ലാതായി പോയി. അപ്പോ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു. ആ ദുഷ്ടനെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊന്നു കളയണം. ഞാനിനി ജയിലിൽ പോയാലും കുഴപ്പമില്ല. വീട്ടിൽ വെച്ച് കൊന്നു കളഞ്ഞാൻ അവനെ. നീ എന്തിനാ ചിരിക്കുന്നത്?
ആ വികാസ് അവന്റെ കയ്യിലുള്ള തെളിവുകൾ വെച്ച് എന്തൊക്കെയോ ചെയ്യണമെന്ന് വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബട്ട് ഞാൻ അവന് അതിനുള്ള അവസരം കൊടുത്തില്ല. അവനെ വഴിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. നിങ്ങൾ ഇനി വെറുതെ ടെൻഷൻ ആവണ്ട. ആണോ? എങ്ങനെ? എനിക്ക് പരിചയമുള്ളൊരു SIയെ ഫോൺ ചെയ്ത് അവനെ ഡ്രഗ് കേസിൽ പിടിച്ചകത്തിട്ടു. കോടതിയിൽ നിന്ന് പൂജപ്പുര ജയിലിലേക്കും പൂജപ്പുര ജയിലിൽ നിന്ന് തീഹാർ ജയിലിലേക്കും അയക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ എൻഗേജ്മെന്റ് ഫംഗ്ഷനൊക്കെ തീർത്തിട്ട് സമാധാനമായിട്ട് അങ്ങോട്ട് വരാം. നിങ്ങള് റിലാക്സ് ആയിട്ട് ഇരുന്നോളൂ. ഏതെങ്കിലും കോമഡി സീൻ കണ്ടുകൊണ്ട് എൻജോയ് ചെയ്തിരുന്നോ. ഓക്കെ? ശരി ബേബി, പക്ഷേ ആവണി ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അതെ നിഹ, ഒരു തടസ്സം മറികടന്നു. അവിടെ മറ്റൊരു തടസ്സം ഉണ്ടല്ലോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. വലിയ പ്രളയം തന്നെ തടഞ്ഞു നിർത്തി. അപ്പൊ ഇളങ്കാറ്റൊരു പ്രശ്നമാണോ? ബൈ. നിഹാരികയ്ക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അത്ര കൂളായിട്ട് അവരുടെ നിശ്ചയം നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് നല്ല സംശയമുണ്ട്.